നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ ചെയ്ത് തീർത്താണ്, പഠിച്ചു കഴിഞ്ഞു അത്. അപ്പോൾ നമുക്കിനി ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടാക്സോണമിക് കാറ്റഗറീസും അതുപോലെ തന്നെ നോമൻക്ലേച്ചറിനെ കുറിച്ചും ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ പണ്ട് മുതൽ തന്നെ ആളുകൾ എന്ത് തുടങ്ങിയിട്ടുണ്ട്, ഈ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു കോമൺ ആയിട്ടുള്ള ബേസിസിൽ അല്ലെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സയന്റിഫിക് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത് അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് സയന്റിഫിക് ബേസിസിൽ ഓർഗാനിസങ്ങളെ എല്ലാം എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. അദ്ദേഹം ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ പ്ലാന്റ്സിനെയൊക്കെ ട്രീസ്, ഷെർബ്സ്, ഹെർബ്സ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കി പ്ലാന്റ്സിനെ എന്ത് ചെയ്തു, ട്രീസ്, ഷെർബ്സ്, ഹെർബ്സ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ അനിമൽസിനെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു. അതായത് റെഡ് ബ്ലഡഡ് അനിമൽസും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് ഇല്ലാത്ത അനിമൽസും. അങ്ങനെ രണ്ടായിട്ട് ആര് ക്ലാസിഫൈ ചെയ്തു, അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ സയന്റിഫിക് ബേസിസിൽ ആദ്യമായി ക്ലാസിഫിക്കേഷൻ നടത്തിയത് ആരാണ്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതിനുശേഷം ലിനേയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ ഓർഗാനിസങ്ങളെയും എന്ത് ചെയ്തു, 2 കിങ്ഡത്തിലേക്ക് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമേലിയ. അപ്പോൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്തു, അനിമാലിയയിൽ എന്തും വന്നു, അനിമൽസും ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് സജസ്റ്റ് ചെയ്തു, ലിനേയസ് സജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ പറഞ്ഞില്ല, യൂക്കാരിയോട്സും പ്രോകാരിയോട്സും തമ്മിലുള്ള വ്യത്യാസങ്ങളോ അതുപോലെ തന്നെ യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങളെ കുറിച്ചൊന്നും എന്തിൽ പറഞ്ഞില്ല, ഈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അതായത് ഗ്രീൻ ആൽഗയെ കുറിച്ചോ ഫംഗയെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതെന്താ, നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല. അതിനുശേഷം RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സജസ്റ്റ് ചെയ്തു. അതായത് ഓർഗാനിസങ്ങളെ എന്ത് ചെയ്തു, ഡിഫറെന്റ് കിങ്ഡംസിലാക്കിയിട്ട് 5 കിങ്ഡങ്ങളിലാക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ, ഈ 5 കിങ്ഡങ്ങളാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഏതൊക്കെയാണ്, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ 5 കിങ്ഡങ്ങളിലാക്കി ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തു. ആരാ അത് ചെയ്തത്, RH വിറ്റേക്കർ. RH വിറ്റേക്കറിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എടുത്ത മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ എടുത്ത മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചർ ഉണ്ട്, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഇതെല്ലാം നോക്കിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളിലായി ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ RH വിറ്റേക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് സെൽ സ്ട്രക്ചറും ബോഡി ഓർഗനൈസേഷനും എവല്യൂഷണറി റിലേഷൻഷിപ്പും റീപ്രൊഡക്ഷനും ന്യൂട്രീഷനും അതെല്ലാം അതിൻ്റെയൊക്കെ ബേസിസിൽ ഓർഗാനിസങ്ങളെ 5 കിങ്ഡങ്ങളിലായി ക്ലാസിഫൈ ചെയ്തു. ആ 5 കിങ്ഡങ്ങളാണ് മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ നമുക്കിനി ഈ ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ക്യാരക്ടർ വരുന്നത്, ഏതൊക്കെ കിങ്ഡത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കൂ, സെൽ ടൈപ്പ് പറയുന്നുണ്ട്, മൊനീറ പ്രോകാരിയോട്ടിക് ആണ്, ബാക്കി എല്ലാം എന്താണ്, യൂക്കാരിയോട്ടിക് ആണ്. അപ്പോൾ ഈ ടേബിൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടേബിളിൽ തന്നിട്ടുള്ള ഓരോ ടേംസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് പ്രോകാരിയോട്ട്, എന്താണ് യൂക്കാരിയോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ടേബിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഈ സെൽ വാൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനില്ല. കാരണം സെൽ വാൾ ചില ഓർഗാനിസങ്ങളുടെ സെല്ലുകളിൽ സെല്ലിന് പുറമെ ഒരു സെൽ വാൾ കൂടി കാണുന്നുണ്ട്, ചിലതിൽ അത് കാണുന്നില്ല അല്ലെ. പ്ലാന്റ്സിലൊക്കെ സെൽ വാൾ കാണുന്നുണ്ട്, പക്ഷെ അനിമൽസിന്റെ സെല്ലിൽ എന്ത് കാണുന്നില്ല, സെൽ വാൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ കോമ്പോസിഷനും ചില ഓർഗാനിസങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ചിലതിൽ ആബ്സെന്റ് ആണ്, ചിലതിൽ പ്രസന്റ് ആണ്.
എന്താണ് ന്യൂക്ലിയസ് എന്നും എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നൊക്കെ അറിയില്ലേ? ന്യൂക്ലിയസിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അത് എല്ലാ ഓർഗാനിസങ്ങളുടെ സെല്ലിലും കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ എന്തായിരുന്നു? സെൽ ടൈപ്പ് ആയിരുന്നു അല്ലേ? അപ്പൊ സെൽ ടൈപ്പിന്റെ ബേസിസിൽ ഓർഗാനിസങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും. ഈ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ന്യൂക്ലിയർ മെംബ്രെയിനെ കുറിച്ചായിരുന്നു അല്ലേ? അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളെയാണ് എന്ത് പറയുന്നത്? പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസങ്ങളാണ് എന്ത്? പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ സെല്ലുകളിൽ എന്ത് കാണില്ല? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒന്നും കാണില്ല. എക്സാമ്പിൾ ഏതെന്നറിയോ? ബാക്ടീരിയ. ബാക്ടീരിയയിലൊന്നും എന്ത് കാണുന്നില്ല? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസങ്ങളാണ് എന്ത്? പ്രോകാരിയോട്സ് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഏതാണ്? ഏത് കിണ്ടമാണ്? മൊനീറ. ബാക്ടീരിയാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കിണ്ടമാണ് മൊനീറ. അപ്പൊ മൊനീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. ബാക്കിയുള്ള 4 കിണ്ടവും എന്താണ്? യൂകാരിയോട്ടിക് ആണ്. യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒക്കെ കാണുന്ന ഓർഗാനിസം അല്ലേ? അതായത് അവരുടെ സെല്ലുകളിൽ ഈ പറയുന്ന പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ ഇവരുടെയൊക്കെ സെല്ലുകളിൽ എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസങ്ങളെയാണ് എന്ത് പറയുന്നത്? യൂകാരിയോട്സ് അല്ലെങ്കിൽ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് പ്രോകാരിയോട്സ് എന്നും എന്താണ് യൂകാരിയോട്സ് എന്നും മനസ്സിലായില്ലേ? ഇനി ബോഡി ഓർഗനൈസേഷൻ എന്നുള്ളത് അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് RH വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്യാനെടുത്ത അടുത്ത ഒരു ക്രിറ്റീരിയ ആണ് ബോഡി ഓർഗനൈസേഷൻ എന്നുള്ളത്. അത് 4 ടൈപ്പ് ബോഡി ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ഓർഗാനിസങ്ങൾക്കിടയിൽ 4 ടൈപ്പ് ബോഡി ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലെ, അതായത് ഒരു ശരീരത്തിന്റെ ഒരു ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുന്നത് എയ്തർ ഒരു സിംഗിൾ സെല്ല് കൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താണ്? ലൂസ് അഗ്രിഗേഷൻ ഓഫ് സെൽസ് ആയിരിക്കും. അതായത് ലൂസ്ലി അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. സെല്ലുകൾ ഇങ്ങനെ കുറച്ചെണ്ണം കൂടി ചേർന്നിട്ടുണ്ടാവും. പക്ഷെ എന്ത് ഫോം ചെയ്തിട്ടില്ല? ടിഷ്യൂസ് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് സെല്ലുകൾ കൂടി ചേർന്ന് ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്നു. ഓരോ സെല്ലും ഓരോ ഫങ്ഷൻ ചെയ്യുന്നു. അല്ലാതെ അവിടെ ടിഷ്യൂ ആ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസോ അല്ലെങ്കിൽ കുറച്ച് സെല്ലുകൾ കൂടി ചേർന്ന് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്ക് അതുള്ള എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നു. അതായത് ഡിഫറെന്റ് സെല്ല് ഡിഫറെന്റ് ഫങ്ഷൻസ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുകളിലേക്കായി, അതായത് ഏറ്റവും ബേസിക് ലെവലാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ അതിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെയുള്ള ഓർഗാനിസങ്ങളിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസങ്ങളിൽ ഒരേ ടൈപ്പ് സെല്ലുകൾ കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും? ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ടിഷ്യൂ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് എ സ്പെസിഫിക് ഫങ്ഷൻ അല്ലെ? അങ്ങനെയുള്ള ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുണ്ടാവും. എവിടെ? ഈ ഓർഗാനിസങ്ങളിൽ, അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസങ്ങളിൽ. ഇനി അടുത്തതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ടിഷ്യൂസ് കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്തു? ഓർഗൻസ് ഫോം ചെയ്തു. അപ്പൊ കുറച്ചുകൂടി ഹയർ ആയില്ലേ? കാറ്റഗറി കുറച്ചുകൂടി മുകളിലേക്ക് എത്തി. ഓർഗാനിസങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറി. ഇവിടെ ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഓർഗൻ എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ഓർഗൻ ലെവൽ അല്ല, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ്. എന്നാലും ഒരു ഓർഗൻ അതിൽ ഡിഫറെന്റ് ടിഷ്യൂസ് എന്നുള്ളൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ, ഹ്യൂമൻ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കണക്റ്റീവ് ടിഷ്യൂസ് കാണുന്നുണ്ട്, എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടിഷ്യൂസ് ചേർന്നാണ് അവിടെ സ്കിൻ എന്നുള്ള ഒരു ഓർഗൻ ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസങ്ങളിൽ എന്താണ്? ഡിഫറെന്റ് ടിഷ്യൂസ് കൂടി ചേർന്ന് ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ഓർഗൻസ് ചേർന്നായിരിക്കും എന്താണ്? അവരുടെ ബോഡി ഉണ്ടായിട്ടുണ്ടാവുക.
ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതായത് ഇവിടെ ഈ ഓർഗൻസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് എന്തായിട്ട് മാറി? ഓർഗൻ സിസ്റ്റംസ് ഫോം ചെയ്തു. അതിന് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമുക്ക് നെർവസ് സിസ്റ്റം കാണുന്നുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം, വാസ്കുലർ സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫറെന്റ് ഓർഗൻസ് കൂടി ചേർന്ന് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ നെർവസ് സിസ്റ്റം ഉണ്ട് അല്ലെ, സെൻസേഷനെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നെർവസ് സിസ്റ്റം ഉണ്ട്, ബ്ലഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. അങ്ങനെ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റങ്ങൾ കൂടി ചേർന്ന് ഓർഗാനിസം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലുകൾ തന്നെ ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നു. ടിഷ്യൂ ലെവൽ എത്തുമ്പോഴത്തേക്കും ഈ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓർഗൻ ലെവൽ എത്തുമ്പോഴത്തേക്കും ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻ ആയിട്ടുണ്ടാവും. ഈ ഓർഗൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഓർഗനുകൾ കൂടി ചേർന്ന് എന്തായി മാറി? ഓർഗൻ സിസ്റ്റങ്ങളായി മാറി. അപ്പൊ എന്താണ് ഈ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡി ഓർഗനൈസേഷൻ എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് R.H. വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്യാനെടുത്ത ഒരു ക്രിറ്റീരിയ ആണ്. ഇതിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ 2 ടൈപ്പാണുള്ളത്. മെയിൻലി ഓട്ടോട്രോപ്സ് എന്നും ഹെറ്ററോട്രോപ്സ് എന്നും നമുക്ക് ഓർഗാനിസങ്ങളെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ അല്ലെ ഫോട്ടോസിന്തസിസ് നടത്തി അവർ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാലോ നമ്മളൊക്കെയാണ് എക്സാമ്പിൾ. അതായത് മറ്റുള്ളവരെ എന്തിനു വേണ്ടി ആശ്രയിക്കുന്നു? ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഈ ഓട്ടോട്രോപ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫോട്ടോ ഓട്ടോട്രോപ്സും ഉണ്ട്, കീമോ ഓട്ടോട്രോപ്സും ഉണ്ട്. ഈ ഫോട്ടോ ഓട്ടോട്രോപ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് അവർ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് എടുക്കുന്നത്? സണ്ണിൽ നിന്നാണ് അല്ലെ. സോളാർ എനർജി ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. എന്നാൽ കെമിക്കൽ എനർജി യൂസ് ചെയ്ത്, അതായത് ഓർഗാനിക് മോളിക്യൂൾസിന്റെ ഒക്കെ ഓക്സിഡേഷൻ നടന്ന് കിട്ടുന്ന കെമിക്കൽ എനർജി യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ആര്? ഈ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി ഹെറ്ററോട്രോപ്സ് നമ്മൾ പറഞ്ഞു ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഓട്ടോട്രോപ്സിനെ എന്തിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫുഡിന് വേണ്ടി. ഓട്ടോട്രോപ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അനദർ ഓർഗാനിസങ്ങളെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഹെറ്ററോട്രോപ്സ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ള 3 ടൈപ്പിനെ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്, സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫുഡിന് വേണ്ടി ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് സാപ്രോഫൈറ്റുകൾ. ഇനി ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫുഡിനെ ബോഡിക്ക് അകത്തേക്ക് എടുക്കുന്നു, അതായത് ഇഞ്ചക്ഷൻ നടക്കുന്നു, എന്നിട്ട് ഡൈജഷനും അബ്സോർപ്ഷനും എവിടെ വെച്ച് നടക്കുന്നു? ബോഡിക്ക് അകത്ത് വെച്ച് നടക്കുന്നു. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പാരാസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പാരാസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ഓർഗാനിസങ്ങളെ ആശ്രയിക്കുന്നു. ഫുഡിന് വേണ്ടിയിട്ട് മറ്റുള്ള ഓർഗാനിസങ്ങളെ, ഒന്നില്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ അതിന്റെ ടിഷ്യൂസിലൊക്കെ പോയിട്ട് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസങ്ങളാണ് പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് അവയെ കൊല്ലൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടി മറ്റുള്ളതിനെ ആശ്രയിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ലൊറാന്തസ് അല്ലെ, നമ്മുടെ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. ഈ മാവിലൊക്കെ കാണാറില്ലേ? അതെന്താ? മാവ് വലിച്ചെടുക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ന്യൂട്രിയൻസിനെ ഒക്കെ ആരെടുക്കും? ഈ ലൊറാന്തസ് വലിച്ചെടുത്ത് അത് പക്ഷെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഈ കസ്ക്യൂട്ട, അതായത് മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന ഇത്, അതെന്താണ്? മറ്റുള്ള ചെടികളെ ഫുള്ളായി ഫുഡ് തന്നെ, ആ മറ്റുള്ള ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് തന്നെ അത് വലിച്ചെടുക്കും. അപ്പൊ അങ്ങനെയുള്ളവയാണ് എന്ത് പറയുന്നത്? പാരാസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് ഇനിയും ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ 3 മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് കിട്ടും. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സ്ലൈഡിൽ കൊള്ളുന്ന അത്രയും മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ഹോളോസോയിക് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇഞ്ചക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് ആ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഹോളോസോയിക്കിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഫുഡ് അകത്തേക്ക്, ബോഡിക്ക് അകത്തേക്ക് എടുത്ത്
ബോഡിക്ക് അകത്ത് വെച്ചല്ലേ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഹോളോസോയിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതില് ഫോട്ടോ ഓട്ടോട്രോപ്സും കീമോ ഓട്ടോട്രോപ്സും എന്താണെന്ന് മനസ്സിലായില്ലേ? ഫോട്ടോസിന്തസിസ് നടത്തുന്നവയാണ് ഫോട്ടോ ഓട്ടോട്രോപ്സ്, കീമോസിന്തസിസ് നടത്തുന്നവയാണ് കീമോ ഓട്ടോട്രോപ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അകത്ത് വെച്ച് ഡൈജഷൻ നടത്തുന്ന ഓർഗാനിസങ്ങളാണ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഓർഗാനിസങ്ങളുടെ ഫുഡോ അല്ലെങ്കിൽ അതിന്റെ ടിഷ്യൂലൊക്കെ പോയിട്ട് ഫീഡ് ചെയ്യുന്ന ഓർഗാനിസങ്ങളാണ് എന്ത്? പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷനിൽ ഇത്രയും ടൈപ്പാണ് ആ ടേബിളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ടേബിൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പൊ ഇനി പറയുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് കിണ്ടങ്ങൾ ഏതൊക്കെയായിരുന്നു? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ. അപ്പൊ ഇതില് ആദ്യം നമുക്ക് മൊനീറ നോക്കാം. മൊനീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. പ്രോകാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഒന്നും ഇതിന്റെ സെല്ലിൽ കാണുന്നില്ല. അതിന് സെൽ വോൾ ഉണ്ട്. പക്ഷെ സെൽ വോൾ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ടുള്ള സെൽ വോൾ ആണ് ആർക്കുള്ളത്? മൊനീറയ്ക്കുള്ളത്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ അടുത്തത് എന്താണ്? ഓട്ടോട്രോപ്പിക്കും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്പിക്കും കാണുന്നുണ്ട്. ഓട്ടോട്രോപ്പിക് എന്ന് പറയുന്നത് കീമോസിന്തറ്റിക്കും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്കും കാണുന്നുണ്ട്. ഹെറ്ററോട്രോപ്സോ അത് സാപ്രോഫൈറ്റിക്കും ഉണ്ട്, പാരാസൈറ്റിക്കും ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്ക്രൈബ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നും പിന്നെയും പറയുന്നില്ല. ഇനി അടുത്തത് പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ആണ്. ഈ മൊനീറയ്ക്ക് എക്സാമ്പിൾ ബാക്ടീരിയ ആണ് കേട്ടോ. പ്രോട്ടിസ്റ്റയ്ക്ക് നമുക്ക് പാരമീസിയം പറയാം. ഇത് യൂക്കാരിയോട്ടിക് ആണ്, അതായത് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് കാണുന്നുണ്ട് അല്ലെ? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അതേപോലെ തന്നെ സെൽ വോൾ എന്ന് പറയുന്നത് എല്ലാത്തിലും പ്രസന്റ് അല്ല, ചിലതിൽ പ്രസന്റ് ആണ്. ഇനി ബോഡി ഓർഗനൈസേഷൻ ഇവരുടെയും എന്താണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓട്ടോട്രോപ്പിക് ആണ്, അതുപോലെ തന്നെ എന്തും കാണുന്നുണ്ട്? ഹെറ്ററോട്രോപ്പിക്കും കാണുന്നുണ്ട്. ഓട്ടോട്രോപ്സ് ഒക്കെ എങ്ങനത്തെയാണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്, അതായത് ഫോട്ടോസിന്തസിസ് വഴിയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഫംഗൈ. ഫംഗൈ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ആണ്, അതുപോലെ തന്നെ അതിന്റെ സെൽ വോൾ കാണുന്നുണ്ട്. കൈറ്റിനുള്ള സെൽ വോൾ ആണ് ആരിൽ കാണുന്നത്? ഫംഗയിൽ കാണുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ അതിന് യൂക്കാരിയോട്ടിക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നോക്കൂ, ഇത് രണ്ടും സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണിച്ചത് അല്ലേ? ഫംഗൈ എത്തിയപ്പോഴത്തേക്കും മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂസ് ഫോം ചെയ്യുന്ന കണ്ടീഷനിലേക്ക് വന്നു. സെല്ലുകൾ കൂടിച്ചേർന്ന് ഒരു ഓർഗാനിസമായി മാറുന്നു, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ലെവലിലേക്ക് എത്തി ഫംഗൈ എത്തിയപ്പോഴത്തേക്കും. അത് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഫംഗൈ എന്ന് പറയുന്നത് എന്തല്ല? ഓട്ടോട്രോപ്സ് അല്ല, ഹെറ്ററോട്രോപ്സ് ആണ്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സാപ്രോഫൈറ്റ്സും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പാരാസൈറ്റ്സും കാണുന്നുണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയലിലൊക്കെ പോയിട്ട് ഫീഡ് ചെയ്യുന്നവയാണ്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാലോ മറ്റുള്ള ഓർഗാനിസങ്ങളെ അവരുടെ ഫുഡോ അല്ലെങ്കിൽ അതിന്റെ ടിഷ്യൂസിലൊക്കെ പോയി ഫീഡ് ചെയ്യുന്നതാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഫംഗൈക്ക് എക്സാമ്പിൾ ഏതാണ്? മഷ്റൂം ഒക്കെ പറയാം അല്ലെ? ഇനി അടുത്തതാണ് പ്ലാന്റ്. പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന കിണ്ടമാണ്. അത് യൂക്കാരിയോട്ടിക് ആണ്. നമുക്കറിയാം പ്ലാന്റ്സിൽ എന്താണ്? സെല്ലോസ് അടങ്ങിയിട്ടുള്ള സെൽ വോൾ കാണുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. കാരണം യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ് എന്ന് പറയാം. അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ അതിനെ എന്ത് പറയുന്നത്? യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും എന്തായി? ബോഡി ഓർഗനൈസേഷൻ കുറച്ചുകൂടി ഹൈ ആയി, അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിണ്ടം പ്ലാന്റയില് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഒക്കെ കാണിക്കുന്നു. ഇത് ഓട്ടോട്രോപിക് ആണല്ലേ? നമുക്കറിയാം പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് നടത്തുന്നവയാണ്. അപ്പൊ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് ആര്? കിണ്ടം പ്ലാന്റ്. ഇനി അടുത്താണ് കിണ്ടം അനിമേലിയ. അനിമേലിയ എന്ന് പറയുന്നത് അനിമൽസ് എല്ലാവരും വരുന്നത്. അതെന്താണ്? യൂക്കാരിയോട്ടിക് തന്നെയാണ്. നമുക്കറിയാം അനിമൽ സെല്ലിൽ എന്ത് കാണുന്നില്ല? സെൽ വോൾ കാണുന്നില്ല. അപ്പൊ സെൽ വോൾ ആബ്സെന്റ് ആണ്. യൂക്കാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആയിരിക്കും. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ കാണുന്നുണ്ട്, ഓർഗൻ ലെവലും ഓർഗൻ സിസ്റ്റം ലെവലും ഒക്കെ ഓർഗനൈസേഷൻ കാണുന്ന ആരെയാണ്? ഓർഗാനിസങ്ങൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? അനിമേലിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ആണ്. അനിമൽസ് എല്ലാം മറ്റുള്ള ഓർഗാനിസങ്ങളെ എന്തിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു?
ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹോളോസോയിക് ആവാം, സാപ്രോഫൈറ്റിക് ആവാം, പാരസൈറ്റിക്കും ഒക്കെ ആവാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് കാണിക്കുന്നുണ്ട്. ഹെറ്ററോട്രോപ്സിൽ തന്നെ അനിമൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഫുഡ് ബോഡിക്ക് അകത്തേക്ക് എടുക്കുന്നു, ഇഞ്ചക്ഷൻ നടക്കുന്നു, ദെൻ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ എവിടെ വെച്ച് നടക്കുന്നു? അനിമൽസിന്റെ ബോഡിക്ക് അകത്ത് വെച്ചാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് ഹോളോസോയിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ 5 കിണ്ഡങ്ങളെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ കിണ്ഡങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ എന്താണ്, താഴെയുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സ് കിട്ടും, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്